നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സിസിൻ കൗർ. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ടുള്ളതാണ്. നിങ്ങൾ ആരും അത് ഡയഗ്നോസിനായിട്ട് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നല്ലൊരു പ്രൊഫഷണലിന്റെ സഹായം തേടുക തന്നെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ നാളുകളായിട്ട് ആളുകൾ പറയുകയും അവർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തൊരു ടോപ്പിക് തന്നെയാണ്. അതായത് ദ വിക്ടിം പ്ലേയിങ് നാർസിസിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു നാർസിസിസ്റ്റ് നമ്മൾ വിക്ടിം നാർസിസിസ്റ്റുമായിട്ട് ആരോടെങ്കിലും സംസാരിക്കുമ്പം അവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ വിക്ടിം അബ്യൂസറെ പോലെയും അല്ലെങ്കിൽ വിക്ടിം പറയുന്നതെല്ലാം നുണയാണെന്നും അബ്യൂസർ ഭയങ്കര നല്ലയാളാണെന്നും അയാളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുള്ള രീതിയിൽ അയാൾ ആക്കി തീർക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ വിക്ടിം പ്ലേയിങ് നാർസിസിസം എന്ന് പറയുന്നത്. അതായത് സിറ്റുവേഷൻ അനുസരിച്ച് നാർസിസിസിന്റെ ലെവൽ അനുസരിച്ച് ഈ വിക്ടിം പ്ലേസിന്റെ ലെവലും ഡിഗ്രീസും അല്ലെങ്കിൽ അയാൾ എടുക്കുന്ന ടാക്ടിക്സും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കൗൺസിലറുടെ അടുത്ത് ചെല്ലുന്നു, ഒരു സൈക്കോളജിൻ്റെ അടുത്ത് ചെല്ലുന്നു. നമ്മളപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നു, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ് എന്നൊരു വ്യക്തി പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ നോക്കുമ്പോൾ വേറൊരു കംപ്ലീറ്റ്ലി നമ്മളെ ബുദ്ധിമുട്ടിച്ച ആളായിരിക്കില്ല. അയാൾ ഏറ്റുവാങ്ങുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയും അയാൾ ഫേസ് ചെയ്യുന്ന പ്രയാസങ്ങളെ പറ്റിയും അയാൾ ജീവിച്ചു വന്ന സാഹചര്യങ്ങളുണ്ടായ ബുദ്ധിമുട്ടുകളെ പറ്റിയും ഒക്കെ പറയുന്ന ഒരാളായിട്ട് നമുക്ക് അയാളെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആരോട് പറയുന്ന ആ വ്യക്തിക്ക് പോലും ഇയാൾ അത്രയേറെ അനുഭവിച്ചിട്ടുണ്ടല്ലേ, വല്ലാത്തൊരു ജീവിതം, എൻ്റെ കൂടെ താങ്കൾ കുറച്ചൊക്കെ ഒന്ന് മയമായിട്ടും മര്യാദയ്ക്കും ഒക്കെ ഒന്ന് പെരുമാറിയാൽ നിങ്ങളുടെ ജീവിതം നന്നായി പോകാൻ പറ്റുന്നേ ഉള്ളൂ എന്ന് ചിലപ്പം യഥാർത്ഥ വിക്ടിമിനോട് പറയുന്ന രീതിയിലേക്ക് ഈ വിക്ടിമിന് പ്ലേ ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും വലിയൊരു വിക്ടിം പ്ലേയിങ് ടാക്ടിക്കാണ് ബിക്കമിങ് ഇൽ എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലുമൊക്കെ ഇൽനെസ് ഉണ്ടാക്കും, അത് അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന, അല്ലാതെ വേറൊന്നുമല്ല. ആ ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലൂസ് മോഷൻ മുതൽ പിന്നെ അങ്ങേ അറ്റത്തുള്ള എന്തെങ്കിലും ഒരു സീരിയസ് ICUവിൽ കിടക്കേണ്ട കണ്ടീഷൻ വരെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ട് അവര് നല്ല രീതിയിൽ ആ വിക്ടിം പ്ലേ അവർ നടത്തുന്നത് കാണാറുണ്ട്. അപ്പോഴത്തേനും എല്ലാവരും പെട്ടെന്ന് അവരിലേക്കായിരിക്കും അവരുടെ ശ്രദ്ധ പോകുന്നത്. എന്നിട്ട് ഈ വിക്ടിം ഇപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ടൊരു വിക്ടിം ചിന്തിക്കുകയാണ്, എനിക്ക് പറ്റുന്നില്ല, എനിക്കൊന്ന് മാറി നിൽക്കണം, ഐ എം നോട്ട് ഗെറ്റിംഗ് ദ കൈൻഡ് ഓഫ് പീസും ഒന്നുമില്ല, ഇനിയെങ്കിലും കുറച്ചൊന്ന് സമാധാനം വേണമെന്നൊക്കെ മാറുമ്പോൾ ഇവർ പെട്ടെന്നൊരു സിക്നെസ്സോ ഒരു ഇൽനെസ്സോ ഒക്കെ എടുത്തിട്ട് അപ്പോഴത്തേനും എല്ലാവരും ഇവർക്ക് ഗിൽട്ട് ട്രിപ്പ് ആകും. എല്ലാവരും പറയാം, തീരെ വയ്യാത്ത സമയത്ത് അങ്ങനെ ഇട്ടിട്ട് പോയത്, അന്നേരമല്ലേ നമുക്കൊരു നല്ല ഒരു സപ്പോർട്ടും ഹെൽപ്പും ഒക്കെ വേണ്ടത്. ഈവൻ ദ ഡോക്ടേഴ്സ്, അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സ് വരെ പറയും കുറച്ച് കെയർ ഒക്കെ കൊടുക്കണം കേട്ടോ എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ഈ വിക്ടിമായിട്ട് പ്ലേ ചെയ്തിട്ട് ഇവർക്ക് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഇവരുടെ അടവാണ് എന്നുള്ളത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ഈ വിക്ടിമായിട്ടിരിക്കുന്നവർക്ക്, ചില വിക്ടിംസിന് മനസ്സിലാവില്ല കേട്ടോ, യഥാർത്ഥ വിക്ടിംസിന് കുറേയൊക്കെ പിടികിട്ടും. പിന്നെ അവരുടെ കൂടെ ജീവിക്കുന്ന പലർക്കും ഇതൊരു അടവ് തന്നെയാണ് എന്ന് നമുക്ക് പിടികിട്ടും. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ആർഗ്യുമെന്റിലേക്കൊക്കെ വരികയും നമ്മൾ ഈ വിക്ടിം ശരിക്കും ഒതന്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നു, ഇവിടെ ഞാൻ കൊളാപ്സ് ആകും, എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്ന് അറിയുമ്പോൾ പെട്ടെന്നായിരിക്കും അവർക്കൊരു തലവേദന വരുന്നത്, തലകറക്കം വരുന്നത്. അവർ എനിക്ക് തീരെ വയ്യ, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടും ഇവർ വീഴുന്നതൊക്കെ കാണാറുണ്ട്. പല രീതിയിൽ അവരെ ഭയങ്കരമായിട്ട് അത് അഫക്റ്റ് ചെയ്തുവെന്നും അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായത്, അങ്ങനെ പല രീതിയിലുള്ള വിക്ടിം പ്ലേയിങ് കാണും. പിന്നെ നിങ്ങളെ നിന്ന് പൈസ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ പറയും, എന്ത് ബുദ്ധിമുട്ടിയാണെന്നറിയാവോ, ഞാൻ ഈ കുടുംബം നടത്തിക്കൊണ്ട് പോകുന്നത്, അതിനകത്ത് നിന്ന് എനിക്ക് ഇങ്ങനത്തെ ഒരു സഹായം ആവശ്യമായിട്ട് വന്നു, ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കേണ്ടതായിട്ട് വരുന്നു, ആ ലോണിന് ഒന്ന് ഗ്യാരണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട് വിക്ടിം പ്ലേയിങ് കളിക്കുന്നു. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നുള്ള പൈസ ഞാൻ അടച്ചില്ലെങ്കിൽ അവർ അടയ്ക്കേണ്ടി വരുമല്ലോ, അങ്ങനെ വിക്ടിം പ്ലേയിങ്. അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ വരെ അവർ നെഗോസിയേഷന് ഒന്ന് മീഡിയേഷന് വേണ്ടിയിട്ട് കൊണ്ടുവരും. അപ്പോൾ അവർ പറയും, കഷ്ടമുണ്ട്, അവൻ്റെ കഷ്ടപ്പാട് കൊണ്ടല്ലേ, അതല്ലേ ഇതല്ലേ അങ്ങനെയല്ലേ. ഇറ്റ് ഈസ് എക്സ്ട്രീംലി കേപ്പബിൾ ആണ് നാർസിസിസ്റ്റ് ഇങ്ങനത്തെ ഗെയിംസ് പ്ലേ ചെയ്യാൻ. ഇതിൻ്റെ പല റീസൺസ് വരുന്നു. ഒന്ന് അവരുടെ സെൻസ് ഓഫ് എൻടൈറ്റിൽമെന്റ് ആണ്. സെൻസ് ഓഫ് എൻടൈറ്റിൽമെന്റിൽ അവർക്ക് ആ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് വേണം. എനിക്ക് ആ പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റും എൻ്റെ റെക്കഗ്നീഷനും എനിക്ക് പ്രിവിലേജസ് ഒക്കെ എനിക്കുള്ളതാണ്, അതെനിക്ക് കിട്ടണം, കിട്ടിയേ പറ്റൂ, എന്നെയാണ് അവർ ടേക്ക് കെയർ ചെയ്യേണ്ടതും എനിക്കാണ് ഇമ്പോർട്ടൻസ് തരുന്നു എന്നുള്ള ഒരു ഫീലിംഗിൽ നിന്നാണ് ഇവർ സിറ്റുവേഷൻസ് വരുമ്പോൾ ഒരു വിക്ടിം പ്ലേയിലേക്ക് മാറുന്നത്. ചിലപ്പോൾ ഇപ്പം നമ്മൾ പറയാണ്,
ഒരു വ്യക്തി ഇപ്പോൾ ഒരു ലേഡി ഒരു കേസ് കൊടുക്കുകയെന്ന് വയ്ക്കുക, ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുകയാണ്, എനിക്ക് പറ്റുന്നില്ല, ഇയാൾ ഭയങ്കരമായിട്ട് സെക്ഷലി എന്നെ ഉപദ്രവിക്കുന്നു, എന്നെ അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്നു പറയുമ്പോൾ ഇയാൾ വിക്ടിം പ്ലേ ചെയ്യുന്നത് എങ്ങനെ അറിയാം? ആ പോലീസുകാരോട് പറയുന്നത്, എൻ്റെ പൊന്നു സാറേ, നമ്മൾക്ക് കല്യാണം കഴിക്കുന്നത് എന്തിനാ? കല്യാണം കഴിച്ച അന്ന് മുതൽ എൻ്റെ ഭാര്യ എന്നോട് അങ്ങനത്തെ രീതിയിലൊന്നും പെരുമാറിയിട്ടില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? അത് ചിലപ്പോൾ ഈ പോലീസുകാർ ആരോട് പിന്നെ അഡ്വൈസ് ചെയ്യുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യണ്ടേ? ഒരു മനുഷ്യനല്ലേ, അയാളൊരു ജീവികൾ. ഈ ലെവലിലുള്ള മാനിപ്പുലേഷൻസും ഈ ലെവലിലുള്ള വിക്ടിം പ്ലേയും ഒക്കെ കളിക്കാൻ ഇവർ വളരെയേറെ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഇത് ഇവർക്കൊരു ഡിഫൻസ് മെക്കാനിസം പോലെയാണ്. അപ്പൊ ഇവർക്കൊരു ഈഗോ ഹട്ട് ഉണ്ടായി, അവരുടെ ഒരു സെൽഫ് ഇമ്പോർട്ടൻസിനോ അവരുടെ ഗ്രാൻഡ്യൂസിറ്റിക്കോ ഒരു തട്ട് കിട്ടുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അത് ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞൊരു പോലീസിലൊരു കംപ്ലൈന്റ് ഇങ്ങനെ പോയാലോ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് എന്താ പറയുക, നമ്മൾ അവരെ പറ്റി ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ പല കാര്യങ്ങൾ വളരെയേറെ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ നമ്മൾ പറയും, കുറച്ച് എവിഡൻസസും ഒക്കെ വെച്ച് അങ്ങനെയെല്ലാം പറയുമ്പോൾ അയാൾ പറയുന്ന കാര്യം എങ്ങനെയായിരിക്കും? എന്നെ ഡിഫെൻഡ് ചെയ്യണമല്ലോ. ഞാനൊരു മോശം മനുഷ്യനേ അല്ല, ഞാനൊരു മോശം സ്ത്രീയല്ല, ആരായാലും അത് ഞാൻ വ്യക്തി എന്നുള്ള രീതിയിൽ പറഞ്ഞു, ഞാനൊരു മോശം ആളെ അല്ല, ഞാനൊരു മോശമായിട്ടുള്ള മനുഷ്യനല്ല, ഞാനൊരു പ്രോഡക്റ്റ് ഓഫ് സർക്കംസ്റ്റൻസസ് ആണ്. അതായത് ഞാനൊരു വിക്ടിം ഓഫ് സർക്കംസ്റ്റൻസസ് ആണ്, പ്രോഡക്റ്റ് അല്ല, ഞാനൊരു വിക്ടിം ഓഫ് സർക്കംസ്റ്റൻസസ് ആണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ എൻ്റെ ആ ഫിനാൻഷ്യൽ ക്രൈസിസിൽ ഞാൻ കടന്ന് അങ്ങനെ ഉഴലുമ്പോൾ എനിക്ക് ചിലപ്പം സ്നേഹത്തോടെ ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായെന്ന് വരില്ല. ചിലപ്പോൾ എൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദേഷ്യമോ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളോ വന്നിട്ടുണ്ടായിരിക്കാം. അതൊന്നും ഞാനൊരു ബാഡായിട്ടുള്ള മനുഷ്യനായതുകൊണ്ടല്ല, അതെല്ലാം ഒരു സിറ്റുവേഷൻസ് എന്നെ അങ്ങനെ ആക്കിയത് കൊണ്ടാണ്. ആ സമയത്ത് എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് ഞാൻ അനുഭവിച്ചിരുന്ന ഭയങ്കരമായിട്ടുള്ള ചില ടോർച്ചറുകളും എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരാളായതാണ് എന്നുള്ളതായിരിക്കും ഇവർ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് അവർ പറയുന്ന ഒരു കാര്യമാണ്, ഇറ്റ് ഈസ് നോട്ട് മീ, ഇറ്റ് ഈസ് ദം. അവളുടെ അച്ഛനമ്മ, അങ്ങേരുടെ അമ്മ, അല്ലെങ്കിൽ അവരുടെ പെങ്ങള്, അല്ലെങ്കിൽ ഇവർ ചെയ്ത ഇങ്ങനത്തെ കാര്യത്തിൽ നിന്നൊക്കെ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ബിഹേവിയേഴ്സ് ഒക്കെ കൊണ്ടുവരേണ്ട വന്നത്. ഞാൻ 5 പൈസ പോലും എനിക്ക് കിട്ടാതെയാണ് ഞാനൊരു വിവാഹത്തിലേക്ക് കയറിയത്. അതുപോലെ തന്നെ ഞാൻ ഇയാളെ മാത്രം ആശ്രയിച്ചാണ് ഇതിനകത്തേക്ക് കയറി. അതിൽ നിന്ന് എനിക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പൊ ഇവരിൽ നിന്ന്, അതായത് ആ ഗ്യാസ് ലൈറ്റിങ്, ഇവരിൽ നിന്നാണ് എനിക്ക് ഇത് കിട്ടിയത്. ഞാനല്ല, അത് ഡിഫൻസ് മെക്കാനിസമാണ്, ഞാനല്ല, ഇവരിൽ നിന്ന് വന്ന ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുകയാണ്, ഇവർ കുറേ നാളുകളായിട്ട് സഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നല്ലോ, അപ്പോഴും അവരാണ്, ഞാനല്ല. ഒരു വാക്ക് അവൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് ഒരു പ്രാവശ്യം എന്നോടൊന്ന് പറഞ്ഞാൽ ഞാനതൊക്കെ മാറ്റി അതാകത്തില്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല? അങ്ങനെയാ ഇത്. ആ രീതിയിലേക്കുള്ള ഒരു വിക്ടിം പ്ലേ ഞാൻ അറിയാത്തത് കൊണ്ട് ഞാനാണ് ഇവിടെ സഫറിങ് ചെയ്തത്, എന്നോട് പറഞ്ഞില്ല, ഞാൻ അറിയാത്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിലാണ്. അടുത്തത് ഇവർ വരുന്നത് ഒരു നീഡ് ഓഫ് കൺട്രോൾ. അതായത് എനിക്കിതിനകത്ത് കൺട്രോൾ വേണം. അപ്പോൾ ആ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ലെവലിലാണ് അവർ കളിക്കുക. അപ്പോൾ എന്താ പറയുക, നമ്മളെ ഈ ഒരു ഡാർക്ക് എംപാത്ത് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനകത്ത് നമുക്ക് എമ്പതി എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്നത് അവർക്ക് ബെനിഫിറ്റ് കിട്ടാനായിട്ടുള്ള വേരിയിൽ മാത്രമാണ്. അപ്പം അതിനകത്ത് അവർ പറയുന്നത്, ഞാൻ എന്തൊക്കെ ചെയ്ത് എന്തെല്ലാം കാര്യങ്ങളിൽ നിങ്ങളെ നോക്കുന്നു, ബട്ട് യു വെയർ നോട്ട് ഫെയർ ടു മീ. നിങ്ങൾ എന്നോട് ഫെയർ ആയിരുന്നില്ല, നിങ്ങൾ എന്നോട് കൈൻഡ് ആയിരുന്നില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ എടുത്തിടുമ്പോൾ ഇവർ കൊണ്ടുവരുന്നത്, എന്നോട് നിങ്ങൾ ഒരിക്കലും കൈൻഡായിട്ടൊരു ബിഹേവിയർ കാണിച്ചിരുന്നില്ല, നിങ്ങൾ ഒരിക്കലും നല്ല രീതിയിൽ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ല, എന്നോട് എപ്പോഴും അൺഫെയർ ആയിട്ടായിരുന്നു നിങ്ങൾ പെരുമാറിയെന്നുള്ള പല സിറ്റുവേഷൻസിലെയും ഇവർക്ക് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ള ലെവലിൽ ഇവർക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതായത് ഇവരുടെ ഇമോഷൻസിനെ ഇവർ ഭയങ്കരമായിട്ട് ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ഹൈ ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അവരങ്ങോട്ട് ഭയങ്കരമായിട്ട് അവരുടെ ഇമോഷൻസിനെ ഇങ്ങനെ ആക്കിയിട്ട് വളരെ സൈലൻ്റ് ആയിട്ട് സിറ്റുവേഷനിൽ നീ എന്നെ എന്ത് വേണേലും ചെയ്തോളൂ, നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയും, അതുപോലെ തന്നെ അവരുടെ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് അവർ എല്ലായിടത്തും ഞാൻ തന്നെയാണല്ലോ കുറ്റക്കാരന്, എനിക്ക് തന്നെയാണല്ലോ ബ്ലെയിം എടുക്കാൻ ഞാൻ തയ്യാറാണ്, ഈ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് അപ്പോൾ നമ്മുടെ ആ പെയിനും നമ്മുടെ ആ വിക്ടിമിൻ്റെ ഇതുമൊക്കെ നമ്മളിങ്ങനെ സ്റ്റക്കായി പോകും. നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടാണോ ഇതൊക്കെ ചെയ്തത്, ഞാൻ പറഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ വന്നത്, നീ തന്നെയല്ലേ അതൊക്കെ ചെയ്ത്, നിനക്കല്ലായിരുന്നോ വേണ്ട,
നമ്മളിങ്ങനെ ഇതെന്താ ഈ സാധനം എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ അതുപോലെ അവർ നല്ല മാനിപ്പുലേറ്റഡ് ആയിട്ട് വിക്ടിം പ്ലേ ആണ്. അത് ചെയ്യണമെങ്കിൽ ഇവർക്ക് നല്ല ഇമോഷണൽ ഇൻ്റലിജൻസ്. അപ്പോൾ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ വിത്ത് ഹൈ ലെവൽ ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇതിനെ നമുക്ക് ചില ഏരിയാസിൽ നമുക്കൊരു ഡാർക്ക് എംപാത്തുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. സോ ദേ ക്യാൻ ഡു ദാറ്റ്. അതുപോലെ ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ലോ എമ്പതിയാണ്, കംപ്ലീറ്റ് ലോ എമ്പതിയാണ്. ഏത് തരത്തിലുള്ള സൈക്കോളജിക്കൽ ഗെയിംസ് കളിക്കാനും ഇവർ തയ്യാറാണ്. ചില സമയത്ത് ഇവർ വന്നിട്ട് പറയുന്നത്, ഇവർക്കൊരു വിക്ടിം പ്ലേയിൽ ഇവർ വന്നിട്ട് പറയുന്നത് ചിലപ്പം റിലീജിയസ് കോട്ടുകളൊക്കെ എടുത്തുകൊണ്ടായിരിക്കും. ബൈബിളിൽ എന്താണ് പറയുന്നത്, നിന്റെ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണമെന്നല്ലേ. ഇവളോട് ചോദിച്ചു നോക്കൂ, എത്ര നാളാണ് ഇവൾ കീഴ്പ്പെട്ടിരിക്കാറുള്ളത്, ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള മാനിപ്പുലേഷൻസും ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് വന്നിട്ട് കംപ്ലീറ്റ്ലി ഞാനൊരു വിക്ടിമാണെന്നും എന്ന് പറഞ്ഞിട്ട് ഇവർ കളിക്കും. അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ ആ ഒരു സെൻസ് ഓഫ് കൺട്രോളിന് വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ പറയുകയാണ്, നമ്മൾ കോടതിയിലോ എന്തെങ്കിലുമൊക്കെ കേസ് നടക്കുകയാണ്, അപ്പോൾ അതിനകത്ത് നമ്മൾ കുട്ടികൾക്കൊന്നും ഇയാൾ ചെലവിന് കൊടുക്കുന്നില്ല, ഇയാൾ ഞങ്ങൾക്ക് 5 പൈസ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയുന്ന ഒരു വിക്ടിം പ്ലേ ആണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ട് എത്ര നാളായെന്നറിയാവോ മാഡത്തിന്, എത്ര ദിവസങ്ങളായെന്നറിയാവോ, എൻ്റെ കുട്ടികളെ എനിക്കൊന്ന് കാണാനായിട്ടൊരു അച്ഛനെന്ന നിലയിൽ എനിക്ക് ആഗ്രഹമില്ലേ, എനിക്കങ്ങനെ എന്തുകൊണ്ടാണ് എനിക്കത് നിഷേധിക്കപ്പെടുന്നത്. അപ്പോഴത്തേ മൊത്തം ഉൾട്ടെ, അതായത് 5 പൈസ ചെലവിന് കൊടുത്തിട്ടില്ല, ഒരു കാരണവശാലും ഒരു കാര്യവും അന്വേഷിക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും ഇവർ തന്നെയായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് ഇവർ പറയും, ഇതിങ്ങനെ തിരിഞ്ഞു കഴിയുമ്പോൾ മറ്റേ കാര്യം തലേന്ന് നമുക്ക് പോവും. അയ്യോതേ ഇമോഷണലി ഭയങ്കര മാനിപ്പുലേറ്റീവായിട്ട് ഭയങ്കര ഇതായിട്ട് വരും. ഇപ്പം നമ്മുടെ സൊസൈറ്റൽ പ്രാക്ടീസ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു പുരുഷൻ വീട് നോക്കണമെന്നാണ് സാധാരണ നമ്മുടെ സൊസൈറ്റൽ പ്രാക്ടീസ്, കൾച്ചറൽ പ്രാക്ടീസ്. ഇപ്പം ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ നമ്മൾ പറയുകയാണ്, അവിടെ ആ വീട് നോക്കുന്ന മുഴുവൻ ഈ സ്ത്രീയാണ്, എല്ലാ കാര്യങ്ങളും അവളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവൾക്കിത് ബുദ്ധിമുട്ടായിട്ട് അവൾ പറയും, എനിക്ക് വയ്യ, ഇനി ഇതെല്ലാം എൻ്റെ തലയിലാണ്, എനിക്ക് പറ്റില്ല എന്നെല്ലാം പറയുമ്പോഴത്തേനും പിന്നെ വിക്ടിം കളിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഞാനൊരു പുരുഷനല്ലേ, എനിക്ക് എന്ത് വിലയാണ് തന്നിട്ടുള്ളതെന്നൊന്ന് നോക്കൂ, എന്ത് വിലയാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആ ഒരു വില നമുക്ക് വേണ്ടേ, നമ്മുടെ കൾച്ചർ അനുസരിച്ച് കുടുംബത്തിൻ്റെ നാഥൻ പുരുഷനായിരിക്കണ്ടേ, ആ വില എനിക്ക് എൻ്റെ വീട്ടിൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആയിട്ടൊരു രീതിയിലേക്ക് പോകും. അപ്പോൾ അവർ ആ വിക്ടിം പ്ലേയിലൂടെ അവർ ആ സിറ്റുവേഷനെ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് വേണ്ട രീതിയിൽ. അവരുടെ ആ സെൻസ് ഓഫ് എൻറ്റൈറ്റിൽമെന്റ്, എനിക്ക് പ്രൊഫഷണൽ ട്രീറ്റ്മെൻറ്റ് തരും, ഞാനാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്, എനിക്കാണ് ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. അപ്പം വിക്ടിം പ്ലേ ചെയ്യുന്നത് അവർക്ക് അവരുടെ ഇമ്പോർട്ടൻസ് കിട്ടി അവർ ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഇനിയിപ്പോൾ ഒരു അമ്മയാണ് കുട്ടികളുടെ മേളിൽ അബ്യൂസ് ചെയ്യുന്ന ഒരു അമ്മയാണെങ്കിൽ അവർ വിക്ടിം കളിക്കുന്ന, അതെ ഞാനൊരു അമ്മയല്ലേ, ഞാൻ അങ്ങനെ ചെയ്യുമെന്നത്, എൻ്റെ കുട്ടികളെല്ലാം എനിക്ക് ഒരുപോലെയല്ലേ, ഇവളെന്താ ഇങ്ങനെ പെരുമാറണേ, ഇവനെന്താ ഇങ്ങനെ എന്നോട് ഇങ്ങനെ, ഞാൻ എത്ര നാളായി ഒരു അമ്മ എന്ന രീതിയിൽ സഹിക്കുന്നതെന്നൊക്കെ പറയും. വേണ്ട, അമ്മ അതേ വിക്ടിം മോഡിലേക്ക് പോയി. നമുക്കിത് ഒരിടത്ത് പിടിച്ചാൽ കിട്ടാത്തൊരു ഫീൽഡിലേക്ക് നമ്മൾ വരും. ഈ രീതിയിൽ കിടന്ന് അമ്മയാണായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഈ രീതിയിൽ വിക്ടിം കളിച്ചുകൊണ്ട് ഇവരുടെയൊക്കെ അനുകൂലമായ രീതിയിൽ സാഹചര്യങ്ങളെ മാറ്റുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നതാണ് ശരിയല്ലാത്തതെന്ന് അതിനെ ഹെൽപ്പ് ചെയ്യാനിരിക്കുന്ന തെറാപ്പിസ്റ്റുകളോ കൗൺസിലേഴ്സ് പ്രൊഫഷണൽസ് ശരിക്കും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ആസ് എ വിക്ടിം, റിയൽ വിക്ടിം, ഇവരിത് പ്ലേ ചെയ്യുമ്പോൾ ഒരിക്കലും അതിൽ വീണു പോകാനായിട്ട് ഇടയാകരുത്. നമ്മൾ അതൊരിക്കലും പേഴ്സണലി എടുക്കരുത്. യു ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി. നമ്മൾ ഇന്റേണലൈസ് ചെയ്യരുത്. അതിനകത്തേക്ക് എന്തൊരു മനുഷ്യനായതോ, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ റൂമിനേഷനിലേക്ക് കയറരുത്. നെവർ ടേക്ക് ദാറ്റ് ബെയ്റ്റ്. ഇവർ ബെയ്റ്റ് ചെയ്ത് വരുന്നത് അതൊരു ബെയ്റ്റിംഗ് ആണെന്നും അവരുടെ ആ റിലേഷൻഷിപ്പിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ട് എല്ലാവരെയും അവർക്കൊരു വിക്ടിം ഫീൽ കൊടുത്ത് കൊണ്ടുപോകാനുള്ളതാണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ബെയ്റ്റിങ്ങിൽ വരാൻ പാടില്ല. അതുപോലെ നമ്മൾ അതുമായിട്ട് എൻഗേജ് ചെയ്യാനേ പാടില്ല. വി ഹാവ് ടു ബി സ്റ്റാൻഡിങ് there what we are saying with evidences. അയാൾ വിക്ടിം കളിക്കുമ്പോൾ അതിനകത്തേക്ക് വീണു പോകാതെ, അതിനകത്തേക്ക് കണക്ട് ചെയ്യാതെ, അതിനകത്തേക്ക് എൻഗേജ് ചെയ്യാതെ നമ്മൾ നമ്മുടെ രീതിയിൽ തന്നെ നമ്മുടെ കാര്യത്തെ വളരെ ഫേമായിട്ടും വളരെ അസേർട്ടീവായിട്ടും കാര്യങ്ങളെ പ്രസന്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അവിടെ കിടന്ന് ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെ ഇവർ വിക്ടിം കളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഇമോഷണലി ഹൈ ഉണ്ടായിട്ട് നമ്മളൊരു റിയാക്റ്റീവ് വേയിൽ നമ്മൾ ചിലപ്പം ഒരു അഗ്രസീവ് വേയിൽ പെരുമാറാനൊക്കെ അവർ അതൊന്നും ചെയ്യാതിരിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് നെവർ എൻഗേജ് വിത്ത് ദാറ്റ് പീപ്പിൾ വെൻ ദേ ആർ ഡൂയിങ് ദിസ്. അതുപോലെ തന്നെ കീപ് യുവർ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ബൗണ്ടറീസ്. നല്ല ബൗണ്ടറീസ് ആയിരിക്കണം. ഒരു കാരണവശാലും നമ്മുടെ ബൗണ്ടറീസിൽ നിന്ന് അത് വീക്ക് ആകാനോ അത് പൊട്ടിപ്പോകാനോ ഇടയാകരുത്. ആ രീതിയിൽ ബൗണ്ടറീസിനെ സെറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസും ഹെൽപ്പും സീക്ക് ചെയ്യുകയും ചെയ്യണം.
വേർ യു ആർ നോട്ട് ഏബിൾ ടു മാനേജ് പ്രോപ്പർലി എന്ന് വരുമ്പം അതിനകത്ത് അങ്ങനത്തെ ഹെൽപ്പ് സീക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനും പറ്റണം. ഇവർ കളിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മക്കളായിട്ട് കളിക്കും, നിങ്ങളുടെ കൊച്ചുമക്കളുമായിട്ട് വരെയും ഇവർ കളിക്കാൻ സാധ്യതയുണ്ട്. കൊച്ചുമക്കളോടൊക്കെ ഇവർ പറയുന്നത്, കണ്ടില്ലേ അപ്പച്ചി ഒറ്റയ്ക്കാണ്, അപ്പച്ചയെ കണ്ടില്ലേ, അപ്പച്ചിക്ക് ഇങ്ങനെയാണല്ലോ, അമ്മച്ചിയെ കണ്ടില്ലേ, അമ്മച്ചിക്ക് തീരെ വയ്യ, അമ്മച്ചിക്ക് ആരുമില്ല മക്കളെ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ എന്നിട്ട് അപ്പനോടും അമ്മയോടും ബാക്കിയുള്ളവരും അവർ പറയും, ഈശ്വര അനുഭവിച്ചൊന്നും പോരെ ഞങ്ങൾ, വീണ്ടും ഒരു കുട്ടികളെ പോലും അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത്. അപ്പം അത് നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കൊച്ചുമക്കളെയും ഒക്കെ ചേർത്തിട്ട് വേണം ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം എത്രയൊക്കെയാന്ന് പറയുന്നത്, കൊച്ചുമക്കളൊന്നും പറഞ്ഞിട്ട് അവർക്ക് ആ എമ്പതി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവര് കൊച്ചുമക്കളെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവരൊരു വിക്ടിം, എൻ്റെ അപ്പച്ചിക്ക് വയ്യ, എൻ്റെ അമ്മച്ചിക്ക് വയ്യ, അപ്പച്ചിക്ക് ആരുമില്ലമ്മ, അമ്മച്ചിക്ക് ആരുമില്ലമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഇവരാക്കി ഇവരുടെ ആ സ്പെഷ്യൽ പ്രിഫറൻഷ്യൽ സെൻസ് ഓഫ് എൻടൈറ്റിൽമെന്റും ഒക്കെ കൊണ്ടുവരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബൗണ്ടറി സെറ്റിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ എല്ലാവരെയും നിങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കുട്ടികളെയും ഗ്രാൻഡ് ചിൽഡ്രനെയും ഒക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് വലിയ വിഷമത്തിന് കാരണമായി തീരും. അപ്പം വിക്ടിം പെയിൻ നാർസിസിസ്റ്റ് എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. പക്ഷേ ഈ വിക്ടിം പ്ലേ ചെയ്യുന്നത് നമ്മളെ അബ്യൂസ് ചെയ്യാനാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ആരെയും അബ്യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ നെവർ ഗിവ് അബ്യൂസ്, നെവർ ടേക്ക് അബ്യൂസ്, നെവർ സെൽഫ് അബ്യൂസ്. അങ്ങനെ ആരെയും ഒരു അബ്യൂസ് ഫ്രീ സൊസൈറ്റി ആയിട്ട് മാറാനായിട്ട് നമുക്ക് പറ്റണം. നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടും പീസ്ഫുൾ ആയിട്ടും പ്രോഗ്രസീവായിട്ടും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.